അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് കാണുന്ന പോലെ നമ്മുടെ എക്സാമിനറിൽ കുറേ ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ, കുറേ അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ബെസ്റ്റ് ഫേവറേറ്റ് ടീച്ചേഴ്സ് ഉണ്ട്. ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടീച്ചർ ഇവിടെ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ വരാനുള്ള ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് അവർ എക്സാമിനറിൽ പഠിപ്പിച്ച അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ അവർ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവരെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അപ്പം എക്സാമിനർ ടീച്ചേഴ്സിനെ എടുക്കുന്നുണ്ട്. കാരണം ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം നമുക്ക് കുറേ സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ +2 ഏരിയ ബാച്ചിൽ ഇത് അപ്രോച്ചിങ് 2000 സ്റ്റുഡൻസ് ആണ്. അതേപോലെ അഗ്നി ബാച്ചിൽ 1000+ സ്റ്റുഡൻസ് ഉണ്ട്. SLC ബാച്ചിലൊക്കെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇനി നീറ്റ് കോച്ചിങ്ങും JEE കോച്ചിങ്ങും ഒക്കെ നമ്മളിതാ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പ്രോജക്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ബാച്ചസും ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ്, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അടിപൊളി ടീച്ചേഴ്സ് തന്നെ വേണം. ശരിയല്ലേ? അടിപൊളി ടീച്ചേഴ്സിനെ വേണ്ടേ? നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസ് അതേപോലത്തെ അല്ല, അതിനേക്കാൾ അടിപൊളിയായ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ടീച്ചേഴ്സിന് കുറേ പേര് ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് ഇവർ എക്സാമിനർ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിപ്പിക്കാൻ പറ്റും, അലക്സ് സാറിനെയും അലൻ സാറിനെയും അർച്ചന മിസ്സിനെയും കിരൺ സാറിനൊക്കെ പോലെ അടിപൊളിയായിട്ട് പഠിപ്പിക്കും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരെ എക്സാമിനറിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാം കേരളത്തിൽ കുറേ അടിപൊളി ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളും കുറേ കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക്, നമ്മൾ ഇത്രയും വലിയ ഫാമിലി അല്ലേ, നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഷെയർ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം ചിലപ്പോൾ 1000-1 അല്ലെങ്കിൽ 10,000-ങ്ങളിൽ ഓർമ്മയായിരിക്കും ആ അടിപൊളി ടീച്ചർ നിങ്ങളെ മാത്സോ ഫിസിക്സോ ഒക്കെ ഭീകരമായിട്ട് പഠിപ്പിക്കുന്നത്. അങ്ങനെ മതി, അല്ലാണ്ട് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. അപ്പം അവരിൽ എത്തണം ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ സ്റ്റേറ്റസ് ആയിട്ട് ഇടുക, സ്റ്റോറി ആയിട്ട് ഇടുക. നിങ്ങൾ പറഞ്ഞു കൊടുക്കാതെ എക്സാമിനുള്ള അടിപൊളി ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന സാറിൻ്റെ അടിപൊളി ടീച്ചർ എന്നാൽ വന്നോ ജോയിൻ ചെയ്തോന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾക്ക് അടിപൊളി ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്താൽ തന്നെ കുറേ ആൾക്കാർ കാണും, അവർ ഷെയർ ചെയ്ത് വരും. അപ്പോൾ കേരളം മൊത്തം അറിയട്ടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ബേസിക്കായി പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ നോക്കുന്നത് ക്വാളിറ്റീസ്. ഓക്കെ, നിങ്ങൾ ആ ടീച്ചറിൽ നിങ്ങൾ ഇങ്ങനത്തെ ക്വാളിറ്റീസ്, ഇവിടെ പറയാൻ പോകുന്ന ക്വാളിറ്റീസ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടീച്ചറിനോട് എക്സാമിനറിൽ അപ്ലൈ ചെയ്യാൻ പറയുക. ഓക്കെ, ഫസ്റ്റ് ക്വാളിറ്റി എന്താണ്? സബ്ജക്ട് നോളേജ് വളരെ പ്രൊഫഷണൽ ആയിരിക്കണം അല്ലേ. ഇപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കുകയാണെങ്കിൽ ഫിസിക്സിൽ നല്ല നോളേജ് ഉണ്ടാവണം, അതിലൊരു സംശയമില്ല. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനർജി അല്ലേ. എനർജി കൊണ്ട് കാര്യമില്ല, വെറുതെ ഇവിടെ വന്നിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നന്നായിട്ട് അറിയണം, പറയുന്ന കാര്യം അടിപൊളിയായിട്ട് പഠിപ്പിക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലനേറ്ററി സ്കിൽസ് അല്ലേ. എനർജിയും നോളജും മാത്രം പോരാ, നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തരണം അല്ലേ. നിങ്ങൾക്ക് അതിൽ രസം തോന്നണം. എന്നിട്ട് ഫിസിക്സിൽ ഒരു കാര്യം പറഞ്ഞാൽ, ബയോളജിയിൽ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു രസം തോന്നണം അല്ലെ, പഠിക്കാൻ ഒരു ഏണിങ് വരണം. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ്പ്ലനേറ്ററി സ്കിൽസ് നല്ലതായിരിക്കണം. പിന്നെ ലാസ്റ്റ് പറയണ്ടല്ലോ, മാർക്സ്. അവർക്ക് നല്ല മാർക്ക് വേണം. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ചിലവർ നിങ്ങൾക്കറിയാം നല്ല മാർക്കൊക്കെ ഉണ്ടാവും, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല അല്ലേ. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉണ്ട് ഒരു വലിയ ബുജ്ജിയൊക്കെ. പക്ഷെ അതല്ല നമുക്ക് വേണം. നമുക്ക് ആ കോൺസെപ്റ്റ് ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം, നല്ല മാർക്ക് വേണം, പിന്നെ പവറും, പിന്നെന്താ നമ്മുടെ നല്ല വിവരം വേണം സബ്ജക്ട്സിന്. അപ്പോൾ ഇത്രയുള്ള സംഭവം. പിന്നെ എന്തിനാണ് മാർക്സ്? എന്തിനാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ എക്സാമിൻ്റെ ഓൾറെഡി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ലൈഫിൽ ഓൾറെഡി അച്ചീവ് ചെയ്ത ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഞങ്ങൾ ഇവിടുത്തെ എക്സാമിനറിൽ ഏത് ഫാക്കൽറ്റി നിങ്ങളോട് പറയണം. അപ്പോൾ കിരൺ സാറോ അർച്ചന മിസ്സോ ആരോ ആയിക്കോട്ടെ, അവരൊക്കെ ബെസ്റ്റായിട്ട് പഠിച്ചവരാണ്. പഠിപ്പിക്കാൻ മാത്രമല്ല അവർക്കറിയാം, പഠിക്കാനും അവർക്കും അറിയാം. അപ്പോൾ നാളെ അവർ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ 100% വിശ്വസിക്കാം. ബിക്കോസ് അവരത് പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. ഞങ്ങളടക്കം എല്ലാവരും ഞങ്ങൾ പ്രൂവ് ചെയ്ത ആൾക്കാർ, പഠിച്ച് പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ കൂടി ടീച്ചേഴ്സ് വേണം അല്ലേ. ജസ്റ്റ് പഠിപ്പിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, നല്ലോണം പഠിച്ച ടീച്ചേഴ്സും കൂടിയാണ് നമുക്കിവിടെ ആവശ്യം. ഓക്കെ, ശരി. അപ്പം ഇതിന് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക, വാട്സാപ്പിൽ ഷെയർ ചെയ്യുക, എല്ലായിടത്തും അറിയിക്കുക. പേരൻസിനോട് പറയുക ഷെയർ, കാരണം അവർക്കായിരിക്കും ഈ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്ട് ഉണ്ട്. അപ്പോൾ ഒരാൾ വാട്സാപ്പിൽ ഇടുക, അപ്പം തന്നെ എന്താ എല്ലാവരും അറിയും. അങ്ങനെ ഷെയർ ചെയ്ത് എൻ്റെ ഗുണം മാക്സിമം ഷെയർ ആകുമ്പോൾ ആ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ടീച്ചർ ഏതെങ്കിലും മൂലയിലേക്ക് ഉണ്ടാവും, അവരെ നമുക്ക് കൊണ്ടുവരാൻ, നിങ്ങളെ പഠിപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിനറിലെ യൂട്യൂബിൽ കാണുന്ന സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാച്ചിൽ ഉയരെ ബാച്ചിലോ ലക്ഷ്യ ബാച്ചിലോ അഗ്നി ബാച്ചിലോ ഒക്കെ ജോയിൻ ചെയ്ത സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, എന്തായാലും അവർ നിങ്ങളെ തന്നെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് ആണിത്. നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ അല്ലെ, നിങ്ങൾക്ക് ബെസ്റ്റ് ടീച്ചറാണെന്ന് തോന്നുന്ന ടീച്ചറിനെ അവരുടെ ക്ലാസ് എക്സാമിനർ ത്രൂ നിങ്ങളും അതുപോലെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും കേൾക്കാനുള്ളൊരു ചാൻസാണ്
ഞങ്ങൾ തരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്താലേ ഈ പ്രോജക്റ്റ് നടക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം പേരൻസിനോടും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുക. എക്സാമിനർ കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റിനെ എടുക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ് അവർ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യാൻ പോകുന്ന ആൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ ഈ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ഞെക്കുക, എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക. അതിനുശേഷം അതിൽ CV അപ്ലോഡ് ചെയ്യാൻ പറ്റും. CV അപ്ലോഡ്, നിങ്ങൾക്ക് CV എല്ലാവർക്കും അറിയാമല്ലോ, +1 എക്സാം കഴിഞ്ഞവർക്ക്. അപ്പോൾ CV അപ്ലോഡ് ചെയ്യുക. അപ്പോൾ CV അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഒരു 10 minutes വീഡിയോ ക്ലാസ് എന്താണ്, അതൊരു മെയിൽ ID യും കാര്യം ഡീറ്റെയിൽസ് ഒക്കെ ആ ഗൂഗിൾ ഫോമിൽ കൊടുത്തിട്ടുണ്ടാകും. 10 minutes അവർ റെക്കോർഡ് ചെയ്ത് ഒരു വീഡിയോ ക്ലാസ് എന്ത് ചെയ്യുക, അതിലേക്ക് അയക്കുക. ഓക്കെ, എവിടെയാണ് അടിപൊളിയായിട്ട് എടുക്കാൻ അലക്സ് സാർ അലൻ സാറൊക്കെ കാണാൻ പോകുന്നത്. അപ്പം അടിപൊളിയായിട്ട് എടുക്കാൻ പറയാം, എന്നിട്ട് എന്താ നമുക്ക് അവരെ എടുക്കാം. ഓക്കെ, അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് തന്നെ ഡീൽ ചെയ്യുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചറിനെ എക്സാമിനറിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അവരുടെ ക്ലാസ് കേൾക്കാനുള്ള ഒരു വേറെ ലെവലിൽ അല്ലേ, ഫുൾ അടിപൊളി ഫെസിലിറ്റീസും ടെക്നോളജിയും വെച്ച് അടിപൊളിയായിട്ട് ക്ലാസ് കേൾക്കാനുള്ള ഒരു അവസരമാണിത്. അപ്പം അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.